ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്രീനിവാസന് മുന്നിൽ എത്തിച്ചേർന്നത് ഗാഥയാണെന്നുള്ള സത്യം അറിയാതെ സ്വന്തം മകൾ തന്റെ പ്രിയപ്പെട്ട മകൾ കൃഷ്ണയാണെന്നുള്ള രീതിയിൽ ഗാഥയെ പരിചരിക്കുമ്പോൾ ഇന്നേ വരെ അച്ഛന്റെ സ്നേഹവും പരിചരണവും ലാളനയും വാത്സല്യവും ഒന്നും അനുഭവിക്കാതെ ഇരുന്ന ഗാഥയ്ക്ക് ശ്രീനിവാസനോട് ഒരു സ്നേഹവും ആ അച്ഛന്റെ സ്നേഹത്തിലും കരുതലിലും താല്പര്യവും തോന്നും. ഇതൊന്നും അറിയാതെ സിത്താര മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാതെ ടെൻഷൻ അടിച്ച് കൃഷ്ണയെ വിളിക്കുമ്പോഴേക്കും ഗാഥയ്ക്ക് ഉണ്ടായ അപകടത്തെക്കുറിച്ച് താൻ എങ്ങനെ പറയുമെന്ന ആശങ്കയായിരുന്നു കൃഷ്ണയുടെ മനസ്സിൽ. ഇതിനിടയിൽ ഇനിയും പുഴയോരം വീട്ടിലേക്ക് ഈ ഒരു അവസ്ഥയിൽ ഗാഥയ്ക്ക് ഭേദമാകാതെ അവിടേക്ക് കൃഷ്ണമോൾ എത്തിച്ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തങ്കം തൽക്കാലത്തേക്ക് കൃഷ്ണയോട് ഗോപാലന്റെ വീട്ടിൽ താമസിക്കാനായി അറിയിച്ചു. അപ്പോഴാണ് ഗോപാലന്റെ അടുത്തേക്ക് എത്തിയ സുനന്ദ മറ്റൊരു കാര്യം കൂടി കൃഷ്ണയോട് പറയുന്നത്. ഗാഥയ്ക്ക് പകരം കൃഷ്ണമോൾ എവിടെയെങ്കിലും ചെന്ന് നിന്നു കഴിഞ്ഞാൽ കൃഷ്ണമോളെ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല. എന്നാൽ ഗാഥയുടെ സ്വഭാവം അങ്ങനെയല്ല. അഹങ്കാരവും എടുത്തുചാട്ടവും കൂടുതലായതുകൊണ്ട് തന്നെ മറ്റെവിടെയും കൃഷ്ണമുള്ള സ്ഥാനത്തേക്ക് ഗാഥ ചെന്ന് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയുള്ളവരിൽ സംശയം ഉളവാകും. അങ്ങനെ ഒരു സംശയം കൃഷ്ണമോളുടെ അച്ഛനുണ്ടായാൽ, അനിയൻ സാറിനുണ്ടായാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമല്ലോ എന്നൊരു ആശങ്ക അവരുടെ എല്ലാവരുടെയും മനസ്സിനെ അലട്ടുന്നു. ഇതിനിടയിൽ ഹോസ്പിറ്റലിലേക്ക് വന്ന മോളിക്കുട്ടി ഗാഥയോട് തട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ മോളിക്കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത് കേട്ട് ദേഷ്യം സഹിക്കാനാകാതെ ഗാഥയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന മോളിക്കുട്ടിയെ കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ശ്രീനിവാസ് ചോദിച്ചു, എന്താ നിങ്ങൾ കൂട്ടുകാരന്മാർ തമ്മിൽ അടിയായോ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, ഇല്ല സാറേ, ഇവളുടെ കവിളത്ത് ഇങ്ങനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാലേ ഇവളുടെ മുഖത്ത് നല്ലൊരു ചിരി വരും, അതിനാ സാർ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മര്യാദയ്ക്ക് ചിരിക്കടി എന്ന് പറഞ്ഞ് ഗാഥയെ അനിയൻ സാറ് കാണാതെ മോളിക്കുട്ടി ഭീഷണിപ്പെടുത്തുമ്പോൾ ഒടുവിൽ അനിയൻ സാറിന്റെ മുന്നിൽ ഗാഥയെ കൃഷ്ണയെ പോലെ അഭിനയിക്കാൻ തയ്യാറാകുന്നു.